നമസ്കാരത്തിന്റെ സമയങ്ങളെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞപ്പോ വിശദീകരിക്കാൻ വിട്ടുപോയ ഒരു കാര്യം, അതായത് നിസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഉമ്മത്തിന് അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം കുറെ ഇളവുകൾ അനുവദിച്ചു തന്നിട്ടുണ്ട്. ആ കൂട്ടത്തിൽപ്പെട്ട ഒന്നാണ് 5 നേരം നിസ്കരിക്കുക എന്നുള്ളത്. ആ 5 നേരം കൃത്യമായി നിസ്കരിക്കൽ ഇസ്ലാമിൽ നിർബന്ധമാണ്. എന്നാൽ ആ 5 നേരങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം? 3 സമയങ്ങളിലായി നിർവഹിക്കാം. ഞാനിപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ മൗലവി സാഹിബ് പറഞ്ഞല്ലോ, നിസ്കാരം 3 മതി, നിങ്ങൾ ചേകന്നൂരായിട്ടുണ്ടോ? ഞാൻ അടുത്ത ക്ലാസ്സിന് വരുന്നില്ല എന്ന് ആരും മനസ്സിലാക്കണ്ട, ശരിക്ക് കേട്ടോ. എന്താ ഈ പറയുന്നത്? 3 നേരം എന്ന് പറഞ്ഞാൽ എന്താണ് ഈ പറയുന്നത്? ഒരാൾക്ക് വലിയ പ്രയാസങ്ങളും ബുദ്ധിമുട്ടും ഉണ്ടെങ്കിൽ നിസ്കാരം ജംആക്കാം എന്നായി പറയുന്നത്. ജംആക്കുക എന്ന് പറഞ്ഞാൽ 2 നേരത്തുള്ള നിസ്കാരം 1 നേരത്താക്കി നിസ്കരിക്കുക. ഉദാഹരണം, ളുഹറും അസറും കൂടെ ഒരു സമയത്ത് നിസ്കരിക്കുക. ളുഹറിന്റെ സമയത്ത് നിസ്കരിക്കുക, അല്ലെങ്കിൽ അസറിന്റെ സമയത്ത് നിസ്കരിക്കുക. മഗ്രിബും ഇശാവും കൂടെ ഒന്നുകിൽ മഗ്രിബിന്റെ സമയത്ത് നിസ്കരിക്കുക, ഇല്ലെങ്കിൽ ഇശായിന്റെ സമയത്ത് നിസ്കരിക്കുക. സുബഹി വേറെ ഒന്നിനോടൊപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ചേരൂല, അത് ആ സമയത്ത് തന്നെ ചെയ്യണം. ഇതാണ് ഈ 3 നേരം എന്ന് പറഞ്ഞത്. പിന്നെന്താണ്? പിന്നെ കസറാക്കുക. കസറാക്കുക എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിലുള്ള പലതൊക്കെ ചുരുക്കിക്കളയാം. അതെന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിൽ പല കാര്യങ്ങളും ചുരുക്കി ചെയ്ത് കാണിച്ചു. ഇപ്പൊ യുദ്ധ സമയത്ത് ഓടി നിസ്കരിച്ചോളി എന്ന് പറഞ്ഞു. റുക്കൂഉം സുജൂദൊക്കെ സൗകര്യം പോലെ ചെയ്തോളൂ എന്ന് പറഞ്ഞു. ഖിബ്ല നോക്കണ്ട എന്ന് പറഞ്ഞു. അതൊക്കെ സാധാരണ നിസ്കാരത്തിന് കുറെ ചുരുക്കലാ. അതൊരു കസർ. വേറൊരു കസർ, നിസ്കാരത്തിലെ എല്ലാ നിയമങ്ങളിലും ഒരു മാറ്റവും വരുന്നില്ല, പക്ഷേ റക്അത്തിന്റെ എണ്ണം ചുരുക്കുന്നു. അതെന്താ? 4 റക്അത്തുള്ള നിസ്കാരം 2 റക്അത്താക്കി ചുരുക്കി നിസ്കരിക്കുക. അത് ഇസ്ലാമിലെ ഇളവുണ്ട് ആവശ്യക്കാർക്ക് എന്ന് പറഞ്ഞാൽ അതിന് വേണ്ട ചില സൗകര്യങ്ങളും സന്ദർഭങ്ങളും ഇസ്ലാം പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ 4 നിസ്കാരങ്ങളൊക്കെ 2 നിസ്കരിച്ചാൽ മതി. 3 ഇളവ് ബാധകമല്ല. 2 1ആക്കാനും പാടില്ല, 3 1.5ആക്കാനും പാടില്ല. അപ്പൊ കസറാക്കാൻ പറ്റാവുന്ന 3 നിസ്കാരങ്ങളേ ഉള്ളൂ. 4 റക്അത്തുള്ള നിസ്കാരങ്ങൾ 2 റക്അത്താക്കി നിസ്കരിക്കും. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വഇദാ ദറബതും ഫിൽ അർളി فليس عليكم جناح أن تقصروا من الصلاة إن خفتم أن يفتنكم الذين كفروا إن الكافرين كانوا لكم عدوا مبينا. وإذا ضربتم في الأرض, നിങ്ങൾ ഭൂമിയിലൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ, അല്ലാഹു പറയാണ്, നിങ്ങൾ യാത്രയിലാണ്. ഫലൈസ അലൈക്കും ജുനാഹും, നിങ്ങളുടെ മേൽ കുറ്റമില്ല. അൻ തഖ്സുറൂ മിനസ് സ്വലാത്ത്, നിസ്കാരത്തിൽ നിന്ന് ചുരുക്കൽ വിരോധമില്ല. ഇൻ ഖിഫ്തും അൻ യഫ്തിനകുമുല്ലദീന കഫറൂ, സത്യനിഷേധികളായ ആളുകൾ നിങ്ങൾക്ക് ഫിത്നയും ഫസാദും ഉണ്ടാക്കുമെന്ന് നിങ്ങൾ ഭയപ്പെട്ടാൽ നിങ്ങൾക്ക് ചുരുക്കി നിസ്കരിക്കുന്നതിന് വിരോധമില്ല. ഇന്നൽ കാഫിരീന കാനൂ ലക്കും അദുവ്വൻ മുബീന, സത്യനിഷേധികൾ തീർച്ചയായും നിങ്ങൾക്കുള്ള വ്യക്തമായ ശത്രുക്കളാണ്. ഇവിടെ ആയത്തിൽ എന്തേ പറഞ്ഞിട്ടുള്ളൂ? ശ്രദ്ധിച്ചിട്ടുണ്ടാവും നിങ്ങൾ. ഇൻ ഖിഫ്തും എന്നാ പറഞ്ഞു. നിങ്ങൾക്ക് ഭയപ്പാടുള്ള സമയത്ത് നിങ്ങൾക്ക് നിസ്കാരത്തിൽ നിന്ന് ചുരുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു 2 നിലക്ക് ചുരുക്കലുണ്ട്. ഒന്ന്, നിസ്കാരത്തിൽ ഇപ്പൊ ഖിബ്ലക്ക് തിരിയണം, ഇരുന്ന് അടക്കത്തോടുകൂടെ ഖൂമൂലില്ലാഹി ഖാനിതീൻ, അടങ്ങി ഒതുങ്ങിക്കൊണ്ട് നിസ്കരിക്കണം എന്നൊക്കെയാണ് നിയമം. എന്നാൽ ആ നിയമങ്ങളൊക്കെ മാറ്റി ഇതിനൊക്കെ ചുരുക്കിയിട്ട് പല കാര്യങ്ങളും ചുരുക്കിയിട്ടുള്ള ഒരു നിസ്കാരമുണ്ട്. അതാണ് ഭയപ്പാടുള്ള സമയത്തിലുള്ള ഖസർ. ആ ഖസറിനെ പറ്റി ഖുർആനിൽ പറഞ്ഞിട്ടുള്ളൂ. എന്നാൽ ഭയമൊന്നുമില്ലാത്ത സമയത്ത് യാത്രക്കാരനായിരിക്കെയുള്ള 2 റക്അത്താക്കി ചുരുക്കി നിസ്കരിക്കുന്നുണ്ടല്ലോ, അത് ഖുർആനിലില്ല. എവിടെയുള്ളത്? ഹദീസിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ് അത് വിശദീകരിച്ച് തന്നത്. ഇത് പണ്ട് കാലത്തെ സഹാബത്തിന്റെ കാലത്തെ ചില സഹാബികൾക്ക് സംശയം ഉണ്ടായി. അവർക്ക് എന്താ സംശയം ഉണ്ടായത്? അവർ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിനോട് ഒരാൾ ചോദിച്ചു, ഇന്നാ നജിദു ഫീ കിതാബില്ലാഹി ഖസറ സ്വലാത്തിൽ ഖൗഫി വലാ നജിദു ഖസറ സ്വലാത്തിൽ മുസാഫിരി. فقال عبد الله إنا وجدنا نبينا صلى الله عليه وسلم يعمل عملا عملنا به. അബ്ദുല്ലാഹി ഇബ്നു ഉമറിനോട് ചോദിക്കുകയാണ്, അല്ലയോ, അള്ളാഹുവിന്റെ കിതാബിൽ ഭയപ്പാടുള്ള സമയത്ത് നിസ്കാരത്തിൽ നിന്ന് ചുരുക്കുന്നതിനെ പറ്റി മാത്രമല്ലേ ഞങ്ങൾ കാണുന്നുള്ളൂ? ഇന്ന് ഈ യാത്രയുടെ സമയത്ത് 2 റക്അത്താക്കി ചുരുക്കി നിസ്കരിക്കാമെന്നുള്ള വർത്തമാനം ഖുർആനിൽ ഇല്ലല്ലോ, പിന്നെ എങ്ങനെ നമ്മളത് സ്വീകരിക്കും? ആ സ്വഹാബി പറഞ്ഞു കൊടുത്തു, നമ്മളൊക്കെ വിവരമില്ലാത്തവരാണ്, അള്ളാഹുവിന്റെ റസൂലാണ് ഖുർആൻ ഒരുത്തുന്നത്. ആ ഖുർആനിന്റെ വിശദീകരണം പഠിപ്പിച്ചു തരാനാണ് നബിയെ നിയോഗിക്കപ്പെട്ടതും. ആ പ്രവാചകനെ നമ്മൾ കണ്ടിട്ടുണ്ട്. യഅമലു അമലൻ, ഇങ്ങനെ യാത്രയിൽ ചുരുക്കി നിസ്കരിക്കുന്നത് കണ്ടിട്ട് അതുകൊണ്ട് നമ്മളും ചെയ്യുന്നു. ഖുർആനിൽ തന്നെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഖുർആനിലില്ലാത്തത് വിശദീകരിച്ച് തരാൻ വേണ്ടിയാണല്ലോ റസൂൽ വന്നത്. അപ്പോ സ്വലാത്തുൽ ഖൗഫ്, ഭയമുള്ള സമയത്ത് ചുരുക്കി നിസ്കരിക്കലേ ഖുർആനിൽ പറഞ്ഞിട്ടുള്ളൂ. യാത്രക്കാരൻ എങ്ങനെ 2 റക്അത്താക്കി ചുരുക്കി നിസ്കരിക്കാന്നുള്ളത് നമ്മൾക്ക് മനസ്സിലായത് എവിടുന്നാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ
സ്ഥിരപ്പെട്ട ഹദീസുകളിൽ നിന്നാണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ ആദ്യം നമ്മൾ ഖസറിനെ പറ്റി ചില കാര്യങ്ങൾ മനസ്സിലാക്കുക. ഖസർ എന്ന് പറയാൻ നേരത്തെ പറഞ്ഞു 4 റക്അത്തുള്ള നിസ്കാരം 2 റക്അത്താക്കി നിർവഹിക്കുക, ഇതാണ് ഖസർ. അപ്പൊ ളുഹർ 2 നിസ്കരിച്ചാൽ മതി, അസർ 2 നിസ്കരിച്ചാൽ മതി, ഇശ 2 നിസ്കരിച്ചാൽ മതി. മഗ്രിബിന് അത് ബാധകമല്ല, 3 വേണം. സുബഹിക്കും ബാധകമല്ല, 2 വേണം. ഇനി അത് യാത്രയിലുള്ളൊരു ഇളവാണ്. നേരത്തെ നമ്മൾ പറഞ്ഞു ഭയമുള്ള അവസരം, അത് നമ്മൾ മാറ്റിവെക്കുന്നു. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. സ്വലാത്തുൽ ഖൗഫ് വിശദീകരിച്ചപ്പോൾ ജമാഅത്തിന്റെ പ്രാധാന്യം പറഞ്ഞപ്പോൾ ഭയമുള്ള സമയത്ത് വരെ നബി അവരെയും കൊണ്ട് നിസ്കരിച്ചു. പിന്നെ മനസ്സിലാക്കാനുള്ളത് ഇങ്ങനെ ഈ സമയത്ത് യാത്ര പോകുമ്പോൾ എത്ര ദൂരം പോയാലാണ് നമുക്ക് ഖസറാക്കാൻ പറ്റുക? ഒന്നാമതായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഖസർ വീട്ടിൽ നിന്ന് പറ്റൂല, ജമ്മ് വീട്ടിൽ നിന്ന് പറ്റും. 2 റക്അത്തുള്ള 2 സമയത്തുള്ള നിസ്കാരം കൂടെ ഒറ്റ സമയത്ത് വേണമെങ്കിൽ വീട്ടിൽ നിസ്കരിക്കാം, പ്രത്യേക കാരണങ്ങളുണ്ടെങ്കിൽ. ഖസർ അങ്ങനെയല്ല. ഖസർ നമ്മളൊരു യാത്രക്കാരനാവണം, യാത്ര പുറപ്പെടും വേണം. യാത്ര പുറപ്പെട്ട് നമ്മുടേതായ നാട്ടിന്റെ പരിധി വിടണം എന്നാണ്. അപ്പൊ നിങ്ങൾക്ക് ഖസറാക്കാം. എവിടേക്ക് പോകും? നിങ്ങൾ അബുദാബിയിൽ പോകണം, അല്ലെങ്കിൽ അല്ലയിൽ പോകണം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ദൂരപ്രദേശത്തേക്ക് പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് ഖസറാക്കാം. റൂം എന്നല്ല, റൂം വിട്ട് ഷാർജയുടെ പരിധി, നിങ്ങൾ താമസിക്കുന്ന ഏരിയയുടെ പരിധി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അടുത്ത പള്ളികളിൽ കയറി നിസ്കരിക്കുമ്പോൾ 2 നിസ്കരിച്ചാൽ മതി. യാത്രക്കാരനുള്ള ഇളവാകുന്നു. എത്ര ദൂരം, ചില കിതാബുകളിലൊക്കെ എത്ര മൈൽ, ഇത്ര ദൂരം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിനൊന്നും പ്രവാചകന്റെ ഹദീസുകളിൽ നമുക്ക് സ്ഥിരപ്പെട്ട തെളിവുകൾ കാണാൻ സാധിക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖസറാക്കുന്നതിനെ സംബന്ധിച്ച് നേരത്തെ ഞാൻ നിസ്കാരം ചെരുപ്പിട്ട് നിസ്കരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അതേ സഹാബി ഉണ്ടല്ലോ, അനസ് റളിയല്ലാഹു തആല അൻഹു. ആ അനസ് റളിയല്ലാഹു തആല അൻഹുവിനോട് അൻ ഖസരി സ്വലാത്തി, നബിയുടെ ചുരുക്കി നമസ്കാരത്തെ പറ്റി ചോദിച്ചപ്പോൾ ഫഖാല അനസ്, ആ സഹാബി ഇങ്ങനെ മറുപടി കൊടുത്തു. കാനൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഖറജ മസീറത 3 അംയാലിൻ ഔ ഫറാസിഹാ യുസല്ലി റക്അതൈനി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര പുറപ്പെട്ടാൽ മസീറത 3 അംയാലിൻ 3 മൈൽ ദൂരം, ഒരു 3 മൈലൊക്കെ ദൂരത്തേക്ക് യാത്ര പോയാൽ, അല്ലെങ്കിൽ ഏതാനും ഫർസഖുകൾ 2 റക്അത്ത് നിസ്കരിക്കാറുള്ളൂ. 3 മൈൽ എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ടാവുക? 1 മൈൽ എന്ന് പറഞ്ഞാൽ 2 കിലോമീറ്റർ തികയില്ലല്ലോ. 1796 1786 എന്താണ് 1748 അങ്ങനെ എന്തൊക്കെ കണക്കുകളുണ്ട്. ഏതായാലും 2 കിലോമീറ്റർ തികയില്ല. അപ്പോ ഒരു 3 മൈൽ, അപ്പൊ ഒരു 3 2 6 ഏകദേശം 6 അല്ലെങ്കിൽ 5.5 കിലോമീറ്ററുള്ള ദൂരം നമ്മൾ യാത്ര പോയാൽ തന്നെയും ഈ ഇളവ് ഉപയോഗപ്പെടുത്താവുന്നതാണ് എന്നാണ്. അതിനൊരു വിരോധമല്ല എന്ന് പറഞ്ഞാൽ യാത്ര എന്ന് പറയാവുന്ന ഏത് യാത്രയിലും നമുക്ക് ഈ ഇളവ് ഉപയോഗപ്പെടുത്താം എന്ന് പറഞ്ഞാൽ അങ്ങാടിയിലേക്ക് മീൻ വാങ്ങാൻ പോകുമ്പോഴും മറ്റടുത്ത് പോകുമ്പോഴും അന്ന് ഖസറാക്കുക. ഞാൻ ഇപ്പോൾ യാത്രയില്ല. യാത്ര നമ്മൾ ഇതിനാ പറയാ, അത്തരത്തിലുള്ള യാത്രകളിൽ നമുക്ക് 4 റക്അത്തുള്ള നിസ്കാരങ്ങൾ 2 റക്അത്താക്കി ചുരുക്കി നിസ്കരിക്കാൻ മതി. ഇങ്ങനെ ഇത് സ്വീകരിക്കുന്നതാണോ അതല്ല പൂർത്തിയാക്കി നിസ്കരിക്കുന്നതാണോ നല്ലത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് സ്വഹാബത്ത് ഇത് ചോദിച്ചപ്പോ പ്രവാചകൻ പറഞ്ഞത് എന്താണ്? നബി പറഞ്ഞത് അത് നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള ഒരു സ്വതക്കയാണ് ഈ ഇളവ്. അതുകൊണ്ട് ആ സ്വതക്ക നിങ്ങൾ സ്വീകരിക്കുന്നതാണ് പടച്ചവൻ പുരാൻ ഇഷ്ടം എന്നാണ്. അപ്പൊ അങ്ങനെ യാത്ര ബുദ്ധിമുട്ട് ഇന്നത്തെ നിലയ്ക്ക് നമുക്ക് യാത്രക്ക് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ഒരു പ്രയാസമില്ല. എത്ര കിലോമീറ്റർ ദൂരത്ത് പോവുകയാണെങ്കിലും 4 മണിക്കൂർ 2 മണിക്കൂർ കൊണ്ട് നമ്മുടെ നാട്ടിലെത്തും. കാരണം അത്ര അത്യന്താധുനിക വാഹനങ്ങളിലാണ് നമ്മുടെ യാത്ര. അപ്പൊ അതുകൊണ്ട് യാത്രയിൽ നമുക്ക് അങ്ങനെ വിഷമൊന്നുമില്ല. എന്നാൽ യാത്രയിൽ ഈ ഇളവ് ഉപയോഗപ്പെടുത്തുന്നത് തന്നെയാണ് ഉത്തമം എന്നാണ് പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടുള്ളത്. 2 നിസ്കരിക്കാവൂ എന്ന് പറഞ്ഞ മദ്ഹബിന്റെ ഇമാമിയങ്ങളുണ്ട്. പല സഹാബത്തിനും അങ്ങനെ അഭിപ്രായം ഉണ്ടായി. യാത്രയിൽ 4 നിസ്കരിക്കുന്ന ഇടപാടേയില്ല. ആയിഷ റളിയല്ലാഹു തആല അൻഹ ഒരിക്കൽ പറയുകയുണ്ടായി, അത് ഫുരിമത്തി സ്വലാത്തു റകഅത്തൈനി ബി മക്ക ഫലമ്മാ ഖദിമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മദീന വകാന ഇദാ സാഫറ സ്വല്ല സ്വലാത്തൽ ഊല ഐ അല്ലതി ഫുരിദത് ബി മക്കത. ആയിഷ ബീവി പറയുന്നു, നിസ്കാരം ആദ്യമായിട്ട് നിർബന്ധമാക്കിയത് 2 റക്അത്തായിരുന്നു. മക്കത്ത് നിന്ന് ആദ്യം നിസ്കാരം ഫർളാക്കുമ്പോൾ എത്ര റക്അത്തായിരുന്നു? ആദ്യം 2 റക്അത്തായിരുന്നു നിസ്കാരം. പിന്നെ നബി മദീനയിലെത്തി യാത്ര പോകുമ്പോഴൊക്കെ നബി എന്ത് ചെയ്യും? മക്കത്തിന് നിർബന്ധമാക്കിയ ഈ നിസ്കാരം തന്നെ നിർവഹിക്കും. അപ്പൊ യാത്രയിൽ 2 നിസ്കരിക്കാറുള്ളൂ. മറ്റ് സമയങ്ങളിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 4 നിസ്കരിക്കാറുണ്ടായിരുന്നത് എന്ന് ആയിഷ റളിയല്ലാഹു തആല എന്ന് പറയുന്നു. അപ്പൊ ഇളവ് ഉപയോഗപ്പെടുത്തലാണെന്നല്ലേ, സമയമുണ്ടല്ലോ, ഇതിനപ്പോ നമ്മൾ 2 കളിയുന്നു നിൽക്കേണ്ടയില്ല. യാത്രയിൽ നമുക്ക് ഇളവ് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഇതാണ് ഇപ്പൊ ഖസറിനെ സംബന്ധിച്ച് മൊത്തത്തിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. പിന്നെ ജമ്മാണ്. ജമ്മാക്കാന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മളൊരു യാത്ര പോവുകയാണ്. യാത്ര പോകുമ്പോൾ ളുഹറിന്റെ മുമ്പാ പുറപ്പെടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സമ്പ്രദായം എന്താണ്? ജമ്മ് 2 നിലക്കുണ്ട്. ഒന്ന് മുന്തിച്ച് ജമ്മാക്കുക, പിന്തിച്ച് ജമ്മാക്കുക. ളുഹറിന്റെ സമയത്ത് തന്നെ അസർ ഇങ്ങോട്ട് മുന്തിച്ച് ജമ്മാക്കണിന് എന്ത് പറയും? ജമ്മു തഖ്ദീം. ഞാൻ കുറെ അറബി പദങ്ങൾ പറഞ്ഞിട്ട് ബുദ്ധിമുട്ടിക്കുന്നില്ല, എന്നാലും ചിലത് പറയേണ്ടത് ആവശ്യമാണ്, അതുകൊണ്ട് പറയാം. അതേപോലെ തന്നെ ളുഹർ അസറിന്റെ സമയത്ത് അങ്ങോട്ട് പിന്തിക്കുന്നതിന് എന്ത് പറയും? ജമ്മു തഖീർ, പിന്തിച്ച് ജമ്മാക്കുക. 2 നബി ചെയ്യാറുണ്ട്. സൗകര്യവും സമയത്തിനും അനുസരിച്ചാണ് നബി ചെയ്യാറുള്ളത്. എന്താണ് നബിയുടെ സൗകര്യവും സമയം എന്ന് പറഞ്ഞ ഉദ്ദേശം? ഒരു യാത്രക്കാരൻ യാത്ര പുറപ്പെടുന്നത് ളുഹർ സമയമായി ശേഷം,
സമയമായതിനു ശേഷം നബി സൂര്യൻ മധ്യത്തിൽ നിന്ന് തെറ്റിയതിന്റെ ശേഷമാണ് നബി യാത്ര പോകുന്നതെങ്കിൽ നബി എന്ത് ചെയ്യും? ളുഹ്റും അസറും കൂടെ ജമ്മാക്കും. എന്നാൽ നബി യാത്ര പുറപ്പെടുന്നത് ളുഹ്റാകുന്നതിന്റെ മുമ്പാണെങ്കിലോ നബി ജമ്മു പിന്തിക്കും. അപ്പൊ എന്ത് ചെയ്യും? ളുഹ്ർ നിസ്കരിക്കാതെ കയറിയിട്ട് പിന്നെ അസറിനൊരു സ്ഥലത്ത് ഇറങ്ങിയിട്ട് ളുഹ്റും അസറും കൂടെ ഒന്നിച്ച് നിസ്കരിക്കും. ഇതേപോലെ തന്നെയായിരുന്നു മഗ്രിബും. സൂര്യൻ അസ്തമിക്കുന്നതിന്റെ മുമ്പാവുകയാണെങ്കിലോ പിന്തിക്കും ഇശായിലേക്ക് അങ്ങോട്ട്, അസ്തമിച്ചതിന് ശേഷം പോകുന്നതെങ്കിലോ ഇശയും കൂടി മഗ്രിബിലേക്ക് ഇങ്ങോട്ട് മുന്തിക്കും. ഇങ്ങനെ ഈ രണ്ട് നമസ്കാരങ്ങൾ ഇങ്ങനെ മുന്തിച്ചും പിന്തിച്ചുകൊണ്ട് അങ്ങനെ ജമ്മാക്കാവുന്നതാണ്. ഇതൊരു സൗകര്യമാണ് ഇസ്ലാം അനുവദിച്ചിരുന്നതാണ്. അത് രോഗികൾക്ക് വീട്ടിൽ വെച്ച് തന്നെ നിർവഹിക്കാവുന്നതാണ്. ഒരാൾക്ക് വളരെ പ്രയാസം, ബുദ്ധിമുട്ട് രോഗിയാണ്, അയാൾക്ക് നമ്മൾ ഉദു എടുത്ത് കൊടുക്കുന്നു, അയാൾക്ക് മറ്റ് സമയങ്ങളിലൊക്കെ വളരെ ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ അയാൾക്ക് വീട്ടിൽ കിടന്നുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കഴിയുന്ന രൂപത്തിൽ ഈ രണ്ട് സമയങ്ങൾ നമസ്കാരങ്ങൾ ഒറ്റ സമയങ്ങളിലാക്കിക്കൊണ്ട് നിർവഹിക്കാവുന്നതാണ്. അതിൽ പണ്ഡിതന്മാർക്കാർക്കും അഭിപ്രായ വ്യത്യാസമില്ല എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. അപ്പൊ ഇങ്ങനെ ഈ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ജമ്മാക്കി നിസ്കരിക്കൽ ഇസ്ലാമിന്റെ ഒരു അളവാണ്. അത് പല കാര്യങ്ങളിലും മുസ്ലിമീങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ളൊരു ഇളവും സൗകര്യവും കൂടെയാണ്. അത് ദുരുപയോഗപ്പെടുത്താതെ അല്ലാഹു അനുവദിച്ചു തന്നിട്ടുള്ള വേദികളിൽ അത് ഉപയോഗപ്പെടുത്തുന്നത് കൊണ്ട് യാതൊരു വിരോധമല്ല എന്നാണ് നമ്മൾ അതിനെ സംബന്ധിച്ച് മനസ്സിലാക്കേണ്ടത്. അപ്പൊ മൊത്തത്തിൽ ജമ്മ് ഖസ്ർ എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനൊരു കാര്യമുണ്ട്. ആരും അത് പലപ്പോഴും ഉപയോഗപ്പെടുത്താറില്ല. ചിലരൊക്കെ മനസ്സിലാക്കിയത് ഹജ്ജിന് പോകുന്ന യാത്രയിൽ മാത്രമേ ഇത് പറ്റുള്ളൂ എന്ന്. അതും നമ്മളെ നാട്ടിൽ നിന്ന് ഹജ്ജിന് പോകുന്ന കാലത്തേ പറ്റുള്ളൂ. കപ്പലിനൊക്കെ പോകുമ്പോൾ ഇന്നും പോകുന്ന അവിടുന്ന് കയറി അവിടെ ഇറങ്ങി അതൊന്നും ജമ്മും ഖസ്റാക്കാനൊന്നും പറ്റൂല. എത്രത്തോളം അള്ളാഹുവിന്റെ റസൂല് അറഫാത്തിലും മുസ്ദലിഫയിലും ജമ്മാക്കി നിസ്കരിച്ചിട്ടുണ്ട്. അറഫയിൽ വെച്ച് ളുഹ്റും അസറും കൂടെ നിസ്കരിച്ചു, മുസ്ദലിഫയിൽ വെച്ച് മഗ്രിബ് ഇശയും കൂടെ നിസ്കരിച്ചു. അവിടെ വെച്ചിട്ട് പോലും പ്രവാചകന്റെ ആ സുന്നത്തിനെ കളയുന്ന ആളുകളുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ അവിടുന്ന് അങ്ങനെ എല്ലാവരും നിസ്കരിച്ചിട്ടില്ല. അപ്പൊ അവിടെയൊക്കെ പ്രാധാന്യവും ഇസ്ലാം പറഞ്ഞിട്ടുള്ളതാണ്. അവിടെ വെച്ച് പോലും രണ്ട് നിസ്കരിക്കാൻ പറ്റില്ല, അത് പേച്ച വർഗ്ഗക്കാരതാണെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അതൊക്കെ തെറ്റിദ്ധാരണകളുടെ ഫലമാണ്. ജമ്മും ഖസ്റും എന്ന് പറയുന്നത് ഇസ്ലാം നൽകിയിട്ടുള്ള ഇളവുകളാണ്. ആ ഇളവുകൾ നമുക്ക് പ്രയാസങ്ങളുള്ള അവസരത്തിൽ ഉപയോഗപ്പെടുത്തുക തന്നെയാണ് നല്ലത്. അതിൽ യാതൊരു തെറ്റുമില്ല. അങ്ങനെ ഇസ്ലാം നമുക്ക് നൽകിയിട്ടുള്ള ഇളവുകൾ ഉപയോഗപ്പെടുത്തുന്നത് അള്ളാഹുവിന്റെ ഇഷ്ടവുമാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്നിട്ടുള്ളത്.